പ്രിയമുള്ളവരെ, ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാമോ? നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. ഇനി 11 മുതലുള്ള വചനങ്ങൾ വായിച്ച്, എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അല്ലേ? വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ആര് പ്രത്യക്ഷപ്പെട്ടു? ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഇനി വായിച്ചോ. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. വായിക്കാമോ? ഒരിക്കൽ കൂടി വായിച്ച്, അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് എങ്ങനെയാണ്? കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, പിന്നെ എങ്ങനെയാണ്? സ്വന്തം രക്തത്തിലൂടെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് നമുക്ക് ഈ രക്ഷ നേടിത്തന്നത് കുറുക്കുവഴികളിലൂടെയല്ല, മറിച്ച് എങ്ങനെയാണ്? രക്തത്തിലൂടെയാണ്. എന്തിലൂടെയാണ്? രക്തത്തിലൂടെയാണ്. ഇനി ഇതായിട്ട് വായിച്ച്, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാക്കളുടെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ക്രിസ്തു ശ്രീകോവിലിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ ബലിയർപ്പണത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് നിത്യരക്ഷ നമുക്ക് നേടിത്തന്നത് എങ്ങനെയാണ്? സ്വന്തം രക്തത്തിലൂടെയാണ്. എങ്ങനെയാണ് അവൻ ആ രക്ഷ നേടിത്തന്നത്? സ്വന്തം രക്തത്തിലൂടെ. അപ്പോൾ രക്തം ചിന്തൽ കൂടിയുള്ള ബലിയർപ്പണമാണ് അവിടെ നടക്കുന്നത്. ഇനി 10-ാമത്തെ അധ്യായം എടുത്ത് 10-ാമത്തെ ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം വായിക്കാമോ? ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം. അതിനാൽ ഉറക്കെ വായിച്ചേ, അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതൻ ആയില്ല. ഇനി 10-ാമത്തെ വചനം വായിച്ചേ, ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശരീരം സമർപ്പിക്കപ്പെട്ടത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്? വിശുദ്ധീകരിക്കപ്പെട്ടത്. ഇനി 19-ാമത്തെ വചനം വായിച്ചേ, താഴോട്ട് 19-ാമത്തെ വചനം, ഹെബ്രായർ 10:19 പെട്ടെന്നെടുത്ത് വായിച്ചേ. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം വായിച്ച്, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് എന്തുണ്ട്? മനോധൈര്യമുണ്ട്. അപ്പം നമ്മളൊരു വിശുദ്ധ സ്ഥലത്തേക്ക്, സ്വർഗത്തിലേക്ക്, ഒരു സ്വർഗീയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമായി തീർന്നത് എന്താണ്? യേശുവിൻ്റെ രക്തമാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തമില്ലാതെ നമുക്ക് ഉയരാൻ സാധിക്കില്ല. യേശുവിൻ്റെ രക്തമില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല. യേശുവിൻ്റെ രക്തമില്ലാതെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയത് ചില അടയാളങ്ങളല്ല, കർത്താവ് നമുക്ക് നൽകിയത് ചില അത്ഭുതങ്ങളല്ല, കർത്താവ് നമുക്ക് നൽകിയത് ഒരു രോഗസൗഖ്യമല്ല. രോഗസൗഖ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്പത്തല്ല. കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീടല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ ആരോഗ്യമല്ല. കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്താണ്? കർത്താവിൻ്റെ രക്തമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യന് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനത്തിൻ്റെ പേരാണ് കർത്താവിൻ്റെ രക്തം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബാക്കി ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഈ ഭൂമിയോടുകൂടി ഒടുങ്ങുന്നതാണ്. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം നൽകപ്പെടുന്നുവോ അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ തിരികെ കൊടുത്തിട്ട് മാത്രമേ ഭൂമി നമ്മെ
വിടുകയുള്ളൂ. ഭൂമി നമ്മെ വെറുതെ വിടുന്നതല്ല. നാം എന്തൊക്കെ ഈ ഭൂമി നമുക്ക് നൽകിയോ അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ തിരികെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഭൂമി നമ്മെ വിടുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വീടാണെന്ന് നമ്മൾ വിചാരിക്കരുത്, നമ്മുടെ ബന്ധങ്ങളാണ് എന്ന് വിചാരിക്കരുത്, നമ്മുടെ ബന്ധുബലമോ നമ്മുടെ സ്വാധീനമോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ രോഗസൗഖ്യമോ ഒന്നുമല്ല. അതെല്ലാം കർത്താവ് സമയാസമയങ്ങളിൽ നമുക്ക് നൽകുന്നതാണ്. പക്ഷേ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ പേരാണ് കർത്താവിൻ്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ജീസസ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതുകൊണ്ട് എന്താണ് ഈ ആഴ്ചയിൽ സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്, എന്ത് മെച്ചമാണ്, എന്ത് ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നത്, എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കുറേ പാട്ടുപാടി കുറേ കുമ്പിട്ടു, ആചാരങ്ങളല്ല. ആചാരങ്ങൾ ഒരിക്കലും മനുഷ്യനെ ദൈവത്തിലെത്തിക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധ കുർബാന ഒരാചാരമാണ് എന്ന് നിങ്ങൾ കരുതിയാൽ വിശുദ്ധ കുർബാനയെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ആചാരങ്ങളൊന്നും നമ്മെ എത്തിക്കില്ല. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 4 മെഴുകുതിരി കത്തിച്ചു, ഉടനെ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. കുരിശിലെ വിളക്കിൽ നിന്ന് അല്പം എണ്ണ എടുത്ത് തലയിൽ തൂത്തു, ഉടനെ എനിക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട്. അതൊക്കെ ആചാരങ്ങളാണ്. ആചാരങ്ങൾ ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സും ശരീരത്തിലെ ആത്മീയതയിൽ എത്തിക്കാനൊക്കെ ഒരു പരിധിവരെ സഹായമാണ്. പക്ഷേ ആചാരങ്ങൾ അതിൽ തന്നെ അതിൽ തന്നെ തീർന്നു പോകുന്നതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷകൾ മനസ്സിലാവുന്നുണ്ടോ, ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളിങ്ങനെ ഒരു വൈകാരിക അനുഭവം കണ്ടെത്തി പോവുകയാണ്. അങ്ങനെയല്ല, മനസ്സിലാവുന്നുണ്ട്. വിശുദ്ധ കുർബാന ഒരു ആചാരമാണ് എന്ന് തോന്നിയിടത്താണ് യൂദാസ് ആ കൂടാരം വിട്ടുപോയത്. വിശുദ്ധ കുർബാന ഒരു ആചാരമാണ്, ഈ അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇനി പോയേക്കാം എന്നൊരു മനുഷ്യൻ ചിന്തിച്ചിടത്താണ് അവൻ്റെ തകർച്ച ആരംഭിച്ചത്. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമല്ല. മനസ്സിലാവുന്നുണ്ട്. ഒരു തേങ്ങ ഉടയ്ക്കുന്നത് പോലെ ഒരു ആചാര അനുഷ്ഠാനങ്ങളല്ല. സഭയിൽ അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളില്ല. മനസ്സിലാവുന്നുണ്ട്. സഭയിലുള്ളതെല്ലാം ജീവിതമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ആത്മാവും ജീവനുമാണ് എന്നാണ് വചനം പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പം നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന കാര്യം, നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലി, അതെന്താണ്? അത് നമ്മൾ 14 തവണ കുമ്പിട്ടു, എഴുന്നേറ്റു, അതൊരു ആചാരം മാത്രമാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശരീരത്തിൻ്റെ വണ്ണം കുറയുന്നുള്ളതല്ലാതെ, കുറച്ച് BP കുറയുന്നുള്ളതല്ലാതെ ഒരു എക്സസൈസിനപ്പുറത്തേക്ക് അത് മാറില്ല. മറിച്ച് ആ കുരിശിലൂടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്തു ചെയ്തു എന്നൊരാൾ തിരിച്ചറിയുന്നിടത്താണ് ഒരുവൻ കുരിശിൻ്റെ വഴി നടത്തുന്നത് കൊണ്ട് അനുഗ്രഹമായി മാറുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കാണും. ഇപ്പോൾ നമ്മൾ പറയുമോ, കഴിഞ്ഞ ദുഃഖവെള്ളിയുടെ അത്ര ഒരു സുഖമില്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം സൂപ്പറായിരുന്നു. മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനുഭവത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കുറേ ആചാരങ്ങൾ, കുറേ അനുഷ്ഠാനങ്ങൾ, രാവിലെ 7:30 മുതൽ 2:30 വരെ ഞാൻ വിശന്ന് നിന്നു, പ്രാർത്ഥിച്ചു, അവസാനം കയ്പ് നീര് കുടിച്ചു, കഞ്ഞി കുടിച്ചു പോയി. അങ്ങനെയല്ല. ആ ദുഃഖവെള്ളിയാഴ്ച കർത്താവ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു, അതാണ് വചനം പറയുന്നത്. വായിച്ചേ, ഹെബ്രായർ 10:19 വായിച്ചോ. ബൈബിൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. മനസ്സിലാവുന്നുണ്ട്. അതിനാണ് ഈ ബൈബിളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആവർത്തിച്ച് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ബൈബിളില്ലാതെ ക്രിസ്തീയ ജീവിതം ജീവിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ബൈബിൾ എടുക്കാത്തവരെ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് ബൈബിൾ എടുപ്പിച്ചിട്ടേ വിടൂ. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ ഓർത്തോണം. അതുകൊണ്ട് അങ്ങനെ എടുക്കരുത്. എടുക്കാത്തവരെയൊക്കെ എടുപ്പിക്കും, അതൊക്കെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് എനിക്ക് അത്രയും ബോധ്യം ഈ വിഷയത്തിലുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കൃപ വളരെ വലുതാണ്. ഇപ്പോൾ വചനം ബൈബിൾ എടുത്തു വെച്ച് വായിക്കണം. പള്ളി വരുമ്പം ബൈബിൾ കൊണ്ടുവരണം. അതൊരു ഭാരമായിട്ട് നീ കണ്ടാൽ നിന്നെ എടുക്കുന്നത് ഒരു ഭാരമായിട്ട് ദൈവവും കാണും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഒരു ആക്ഷേപമായിട്ട് പറഞ്ഞതല്ല, ഒരു അപേക്ഷയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചാരിക്കാതെ ദൈവത്തിന് ഉയർത്താൻ പറ്റുകയില്ല. നിങ്ങൾ എപ്പോഴും വിചാരിച്ചോണം ദൈവം ഫ്രീ ആയിട്ട് ഇത് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലുമില്ല. മനസ്സിലാവുണ്ട്. ഒരു കുരിശ് ചുമക്കാൻ ഒരു ശിമയോൻ താല്പര്യപ്പെട്ടപ്പോഴാണ് അവൻ കുരിശിൻ്റെ വഴിയിലേക്ക് അവൻ്റെ പേരിടം പിടിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അവൻ വെറുതെ കാഴ്ചക്കാരനായിട്ട് നിന്നവനല്ല. എത്രയോ ആളുകൾ കാഴ്ചക്കാരായിട്ട് നിന്നു. കുരിശിൻ്റെ വഴിയിൽ ഒരു കൗറിയൻകാരൻ ശിമയോൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നത് അവൻ ഈ കുരിശെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ വെറുതെ നിൽക്കട്ടെ ആണോ? അല്ല, അവൻ തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ എടുക്കണം. അത് വചനം പറയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് മടി വിചാരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളൊക്കെ മാറ്റപ്പെടേണ്ട സമയം കഴിഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.
ഇനി പഴയ പോലെ ഇതൊക്കെ ജീവിച്ചാൽ ജീവിതം ഉയരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലുണ്ട്, ജസ്റ്റ് പള്ളി വന്നു, പ്രാർത്ഥിച്ചു, അത്യാവശ്യമൊക്കെ, അങ്ങനല്ല. ഇനി വചനം പഠിക്കാതെ നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കില്ല. വചനം എടുക്കാതെ, വചനം എന്ന് പറയുന്നൊരു പശയാണ്. ആ പശ വെച്ച് ചേർത്തൊട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ വീടുകളുടെ ഭിത്തികൾ തകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത്, കുരിശിൻ്റെ വഴി നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ ഈ ആഴ്ച മുഴുവൻ ഒരു കുരിശിൻ്റെ വഴിയാണ്. കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുകയാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലൊക്കെ ആഴ്ചയിൽ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കാണും. കർത്താവ് പോയ അതേ റൂട്ടിലൂടെ നമ്മൾ പോകും. മനസ്സിലാവണം, നമ്മുടെ ജീവിതത്തിന് കുറേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇത് പ്രത്യാശ എന്താണ്. 40 വർഷമായിട്ട് മലങ്കരക്കാരനാണെന്നുള്ളത് സർട്ടിഫിക്കറ്റിൽ പേര് വന്നിട്ട് കാര്യമില്ല. അതെന്താണെന്ന് നമ്മൾ അറിയണം. മനസ്സിലാവുണ്ട്, ഒരു വിശ്വാസി എന്താണ് എന്നറിയണം. പെസഹ വ്യാഴാഴ്ച എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന കാണുന്നു, എന്തുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നമ്മൾ നടത്തുന്നു, എന്തുകൊണ്ട് ഉദ്ധാന തിരുനാൾ നമ്മൾ നടത്തുന്നു, അതിലൂടെ കർത്താവ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണുന്നത്. വായിച്ച ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം തിരുവചനം വായിച്ചോ. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന് ധൈര്യം വരുന്നത് ആര് വരുമ്പോഴാണ്? കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ വീഴുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ വീഴുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ധൈര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടും. എല്ലാത്തിനെയും പേടിയുള്ള ആളുകളുണ്ട്. ഇരുട്ടിനെ പേടി, വെളിച്ചത്തെ പേടി, ആരെങ്കിലും നടന്നു വന്ന പേടി, ആരെങ്കിലും ശബ്ദം ഉയർത്തിയ പേടി, ഒരു ഇല അനങ്ങിയാൽ പേടി, ഒരു പ്രതിസന്ധി നാളെ വരുമോ എന്നുള്ള പേടി, നാളെ മഴ പെയ്താൽ എങ്ങനെയാകും എന്നുള്ളൊരു പേടി. ഇതെല്ലാം കർത്താവിൻ്റെ രക്തം വന്നാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടൊരു ധൈര്യം, മനോധൈര്യം, അതിന് മെഡിക്കൽ സ്റ്റോറുകളിൽ ഗുളികകളില്ല. അതിൽ കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് വീഴണം. അതാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വായിച്ചേ 20-ാമത്തെ വചനം, ഹെബ്രായർ 10:20. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആ രക്തത്തിലൂടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഈ കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്? വായിച്ചേ. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി എന്ത് തന്നു? നവീനവും സജീവവുമായ ഒരു വഴി തുറന്നു തന്നു. അല്ലെ, വഴി അടഞ്ഞുപോയ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം വന്ന് വീഴുമ്പോൾ അവിടെ ഒരു വഴി തുറക്കപ്പെടുകയാണ്. ഒരിക്കൽ കൂടി വായിച്ച 20-ാമത്തെ വചനം. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി സജീവവും നവീനവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ രക്തം വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിനൊരു ഓപ്പണിംഗ് ആയി, നമ്മുടെ ജീവിതത്തിനൊരു വ്യത്യാസം വന്നു. നമ്മുടെ ജീവിതത്തിൽ ആ രക്തം വന്ന് വീണതോടുകൂടി വലിയ വഴികൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നു. ഇനി വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായം എടുത്ത്. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം, വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 21-ാമത്തെ അധ്യായം 3 മുതലുള്ള തിരുവചനം വായിക്കാമോ? വെളിപാട് പുസ്തകം 21:3 ഉച്ചത്തിൽ വായിച്ചേ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം വായിച്ചോ. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. എന്താണ് ആ സ്വരം? ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവൻ അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി വായിച്ചേ. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. എന്താണ് ആ സ്വരം? ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അടുത്ത വചനം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വചനം പറയുകയാണ്, എന്താണ് പറയുന്നത്? അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് എന്ത് തുടച്ചു നീക്കും? കണ്ണുനീർ തുടച്ചു നീക്കും, ഇനിമേൽ ദുഃഖമോ നെടുവീർപ്പോ ഇല്ല. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ വഴി കർത്താവ് നമുക്ക് തുറന്നു തരികയാണ്. എങ്ങനെയാണ് ആ വഴി കർത്താവ് തുറന്നത്? തൻ്റെ രക്തത്തിലൂടെ. എങ്ങനെയാണ് ആ വഴി തുറന്നത്? തൻ്റെ രക്തത്തിലൂടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ കർത്താവ് നമുക്ക് മുമ്പിൽ ഒരു വഴി തുറന്നു. എന്താണ് ആ വഴി? തൻ്റെ രക്തത്തിലൂടെയുള്ള വഴി. നിങ്ങൾ വിശ്വസിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മടുപ്പാട്ട് തോന്നാം, പക്ഷേ നമ്മളിത് മനസ്സിലാക്കണം. കർത്താവിൻ്റെ രക്തത്തിലൂടെയാണ് ഒരു വഴി നമുക്കായി തുറന്നു തന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പോൾ ഈ കുരിശിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്, അല്ലേ? ഈ കുരിശിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. നമ്മൾ കുരിശിൻ്റെ പിന്നാലെ ഒരു യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുരിശിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണ്. വായിക്കാമോ? ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം. ഹെബ്രായർ 12:2 വായിച്ചേ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും, എടുത്തില്ല, പെട്ടെന്ന് എടുത്തോ, വായിച്ചേ. ഹെബ്രായർ 12:2. നേരത്തെ നമ്മൾ ഹെബ്രായർ എടുത്തതാണ്. അതിൽ 12-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കാമോ? നമ്മുടെ, കാണാതെ പഠിക്കണം ഈ വചനം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും, വായിച്ചേ, അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ, അല്ലേ? ഒരിക്കൽ കൂടി വായിച്ചേ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആവർത്തിക്കണം. എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ, അല്ലേ? നല്ലൊരു വചനമാണ്, അല്ലേ? നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഓടുന്നത്? നമ്മൾ ആരെ കണ്ടിട്ടാണ് ഓടുന്നേ? നമ്മുടെ ആരോഗ്യം കണ്ടിട്ടാണോ? അല്ല. വചനം പറയുകയാണ്, ആരെ കണ്ടിട്ട് വേണം ഓടാൻ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ആരെ കണ്ടുകൊണ്ട്? യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അതെന്തിനാണ് യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഓടുന്നത്? വേറെ എന്തോരം ആളുകൾ ഈ ലോകത്തിലുണ്ട്. യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഓടണമെന്ന് പറയാനുള്ള കാരണം എന്താ? വേറെ ഒത്തിരി മോഡലുകൾ ലോകത്തിലുണ്ടല്ലോ, ഒത്തിരി നല്ല സുന്ദരന്മാർ ലോകത്തിലുണ്ടല്ലോ, ഒത്തിരി പിന്നെന്താണ് ഇൻ്റർനാഷണൽ ആളുകൾ ലോകത്തിലുണ്ടല്ലോ. വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവരുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ ഓടണമെന്ന് ബൈബിൾ പഠിപ്പിക്കാനുള്ള കാരണം യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിൽ മറ്റുള്ളവരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? അവൻ്റെ ഉള്ളിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേരും നിൽക്കുമ്പോൾ യേശുവിലുള്ള വ്യത്യാസം എന്താണ് യേശുവിൻ്റെ വ്യത്യാസം? താഴോട്ട് വായിച്ചേ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച്, വായിച്ചോ, അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്തുകൊണ്ടാണ് യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഓടേണ്ടത്? യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിൻ്റെ പ്രത്യേകത എന്താ? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം, വായിച്ചേ, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു, അല്ലേ? അവൻ എന്ത് സ്വീകരിച്ചു? കുരിശെടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതായത് കുരിശ് അവൻ ക്ഷമയോടെ സ്വീകരിച്ചു. അപ്പോൾ യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന, ലോകത്തിലെ മത നേതാക്കളിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താണ്? യേശു പഠിപ്പിച്ചിടത്തോളം വലിയ ആദർശങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള മഹത് കാര്യങ്ങൾ ലോകത്തിൽ ഒരു വ്യക്തികളും പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിനെ അതിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും ഉന്നതങ്ങളിൽ എത്തിക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത് അവൻ എന്ത് ചെയ്തു? അവൻ ക്ഷമയോടെ കുരിശ് സഹിച്ചു, കുരിശേറ്റെടുത്തു എന്നുള്ളതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? യേശു കാനായിൽ അത്ഭുതം ചെയ്തത് കൊണ്ടല്ല, യേശു കുഷ്ഠരോഗിയെ തൊട്ടത് കൊണ്ടല്ല, യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടല്ല. യേശുവിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഇനി ഹെബ്രായ ലേഖനം 2 മുതലുള്ള വചനം ഒരിക്കൽ കൂടി വായിച്ചേ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും, ഇത് പഠിക്കണം, ഈ വചനം പഠിക്കണം, വെറുതെ ഇരിക്കരുത്. എന്താണ് വചനം? എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഒരിക്കൽ കൂടി വായിച്ചേ. എന്താണ് പറഞ്ഞേ? നമ്മുടെ, ഉറക്കെ പറയൂ, നമ്മുടെ, ഉറക്കെ പറയുമ്പോൾ അത് മനസ്സിൽ പതിയും, അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും പിന്നെന്താണ്? അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ആരെ മുന്നിൽ കണ്ടുകൊണ്ട്? യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ, അല്ലേ? അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് അവൻ ക്ഷമയോടെ സ്വീകരിച്ചു. ഇനി താഴോട്ട് വായിച്ചേ. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. എന്താണ്? ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? തളർന്നു പോകാതിരിക്കാൻ നിങ്ങൾ ആരെപ്പറ്റി ഓർക്കണം? യേശുവിനെ പറ്റി ഓർക്കണം. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം കർത്താവ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രായോഗിക കാര്യം പറഞ്ഞു തരികയാണ്. അതായത് വചനം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെപ്പറ്റി ഓർക്കണം? യേശുവിനെ പറ്റി ഓർക്കണം. അതാണ് വചനം പറയുന്നത്. അവൻ മനോധൈര്യം അസ്തമിച്ച്, മൂന്നാമത്തെ വചനം, മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി
യേശു തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ യേശു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ 2% ഉണ്ട് എന്നാണ് പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര ശതമാനമാണ്? 2%. ആ സിനിമ കണ്ടിട്ട് തന്നെ അനേകം ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലും മനുഷ്യന് ഇപ്പോൾ തമ്മിൽ താങ്ങാൻ പറ്റില്ല നമ്മൾ ശരിക്കും കണ്ടാൽ. അപ്പോൾ അതിൽ പോലും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ എത്ര ശതമാനമേ ഉള്ളൂ? 2% ഉള്ളൂ. മനസ്സിലാവുന്നു? 2 അടികളെ കാണിച്ചിട്ടുള്ളൂ, 98 അടികൾ വീണ്ടും ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വെറും 2% അതിനകത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ പോലും നമുക്ക് ഒരു മാനുഷിക കണ്ണുകൾ കൊണ്ട്, ഒരു മാനുഷിക മനസ്സുകൊണ്ട് നമുക്കത് കണ്ടിരിക്കാൻ പ്രയാസമുണ്ട്. കാരണം അത്രമാത്രം വേദനകളിലൂടെയാണ് കർത്താവ് അതിൽ കടന്നു പോകുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതിനെപ്പറ്റി പറയുന്നത്, ഇപ്പോൾ കർത്താവിനെ ചാട്ട കൊണ്ടടിച്ചു നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പീലാത്തോസ് പറയുന്നുണ്ട് ഇവനെ ചാട്ടക്കടിച്ച് വിട്ടയക്കാൻ പറയുന്നുണ്ട് പീലാത്തോസ്. അപ്പോൾ കർത്താവിനെ ചാട്ടക്കടിക്കുന്നുണ്ട്, വിപ്പ്. അപ്പം ഈ ചാട്ട എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എന്താണ്, ഒരു കമ്പിൻ്റെ അറ്റത്തൊരു കയറ് കെട്ടി ഈ പശുക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ അടിച്ചുകൊണ്ടിരുന്ന ചാട്ടയാണ്. ഞാനിപ്പോൾ അതാണ് വിചാരിച്ചിരുന്നത് ഈ ചാട്ടയെന്ന് പറയുമ്പോൾ. എന്നാൽ യഹൂദന്മാരുടെ ഈ റോമക്കാരുടെ ചാട്ട എന്ന് പറയുന്നത് ആയിരുന്നില്ല. യേശുവിനെ ചാട്ട കൊണ്ടടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഈ സിനിമയിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. ചാട്ട എന്ന് പറഞ്ഞാൽ 6 മീറ്റർ നീളമുള്ള മുള്ളുവേലിയുടെ കമ്പികളാണ്. മുള്ളുവേലിയുടെ കമ്പിയുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് മുള്ളുണ്ടെന്നുള്ളതാണ്. മനസ്സിലാവുന്നു? നമ്മൾ ഈ മുള്ളു കമ്പി കിട്ടില്ലേ, വേലി കിട്ടില്ലേ, അങ്ങനെ 6 മീറ്റർ നീളമുള്ള, 6 മീറ്ററോളം നീളമുള്ള എന്ന് പറയാൻ നല്ല നീളം വരും. അതിങ്ങനെ വള്ളി പോലെ കിടക്കും. അതിനകത്ത് മൊത്തവും എന്താണ്, 2 ഇഞ്ചിൻ്റെ നീളമുള്ള, 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു വിരലിൻ്റെ അത്ര നീളം വരും. ഇരുവശങ്ങളിലും മുനയുള്ള ആണി ഇതിനകത്ത് ഇങ്ങനെ പിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളി എന്ന് പറയുന്ന ഈ 6 മീറ്റർ നീളമുള്ളത് ഫ്ലെക്സിബിളാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വള്ളി പോലെ കിടക്കും, കമ്പ് പോലെ ഇരിക്കുകയല്ല, അതിങ്ങനെ വള്ളി പോലെ കിടക്കുകയാണ്. എവിടെയെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ചുറ്റും, പയറുവള്ളി കമ്പിക്കതിനകത്ത് ചുറ്റുന്നത് പോലെ ഇങ്ങനെ ചുറ്റും. ഇനി അതിനകത്ത് ഓരോ മീറ്റർ, 6 മീറ്ററാണ്, ഓരോ മീറ്റർ ഇടവിട്ട് 1 കിലോ വീതമുള്ള ഈയക്കട്ടകൾ അതിനകത്ത് വെക്കും. 1 കിലോ വീതമുള്ള. അപ്പോൾ 6 മീറ്ററിനകത്ത് 6 ഈയക്കട്ടകൾ എന്ന് പറയുമ്പോൾ 6 കിലോ വീതം അല്ലേ? മൊത്തം 6 കിലോ ആ ഈയക്കട്ടയ്ക്ക് തന്നെ വരും. ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന കട്ടകൾ, ഈയ ഉണ്ടകൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ ചാട്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മീറ്റർ ഇടവിട്ട് വെക്കും. അത് മുള്ളുകൊണ്ടുള്ള ഉണ്ടയാണ് എന്ന് പറഞ്ഞാൽ മുള്ളു മുന പോലെ ഇരിക്കും. അപ്പം അങ്ങനെയുള്ളതാണ് ഈ ചാട്ട. അതുപോലെയുള്ള ചാട്ടയാണ്, കാരിരുമ്പിൻ്റെ കരുത്തുള്ള പടയാളിയാണ്. കർത്താവിനെ ഇങ്ങനെ കർത്താവിന് തുണിയെല്ലാം മാറ്റിയിട്ട് ഒരു നനകല്ല് പോലൊരു കല്ലിനകത്തേക്ക് ഇങ്ങനെ കമത്തി കിടത്തിയിട്ട് ആ കമത്തി തല മാത്രം അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് മുട്ടിന്മേൽ നിർത്തിയിട്ട് ഈ കർത്താവിൻ്റെ മുതുകിലേക്ക്. ഇനി ചാട്ടയടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അടിയും തെളിയണം, എന്നാലേ എണ്ണുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവണം? 100 അടിയാണ് ഒരാൾക്ക് വിധിച്ചിരിക്കുന്നതെങ്കിൽ ഓരോ അടിയും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിനകത്ത് പതിയണം, ശരീരത്തിൽ പതിയണം. അപ്പോഴാണ് അത് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കർത്താവിനെ അങ്ങനെ കർത്താവിൻ്റെ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം, ആ ശരീരത്തിലേക്കാണ് ഈ കാരിരുമ്പിൻ്റെ കരുത്തുള്ള പടയാളി എന്ത് ചെയ്യുന്നത്? ഈ ചാട്ട ആഞ്ഞടിക്കുമ്പോൾ അത്രയും ഊക്കിന് പോകുന്നത് കൊണ്ട് ഈ ചാട്ട എന്ത് ചെയ്യും? അടിക്കപ്പെടുന്ന ആളിൻ്റെ ശരീരത്തിൽ കയറി ചുറ്റും. 6 മീറ്റർ നീളമുള്ള ഈ ചാട്ട ശരീരത്തിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകി അങ്ങനെ ചുറ്റും. അപ്പോൾ അതിങ്ങനെ പോയിട്ട് പെതിയെ അല്ല ഊരിയെടുക്കുന്നത്, ആ ചാട്ട ഈ പടയാളി ഇങ്ങനെ ഒരൊറ്റ വലിയാണ്. അങ്ങനെ വലിക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്നത് മാംസ കഷ്ണങ്ങൾ പറഞ്ഞു വീഴുകയാണ്. മാംസ കഷ്ണങ്ങൾ പറഞ്ഞു വീഴും. അപ്പോൾ അത്രയും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ചത്തെ സദറായിൽ ഇങ്ങനെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവും? നമ്മുടെ അസ്ഥികൾ നമുക്ക് എണ്ണാൻ പറ്റില്ല. ഈ അസ്ഥികൾ എണ്ണണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മുകളിലുള്ള മാംസം മാറണം. അപ്പം എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി എന്നൊരു പ്രാർത്ഥനയുണ്ട്. അപ്പം എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അപ്പം എന്ന് പറഞ്ഞാൽ ഈ മാംസം മുഴുവൻ ഇങ്ങനെ ഊരിത്തെറിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മുഴുവൻ ഊരിത്തെറിച്ച് അങ്ങനെ ശരീരത്തിലല്ലേ, അവനെ കണ്ടവർ വിരൂപൻ എന്നാണ് പറഞ്ഞത് അല്ലേ? അവനെ കണ്ടവർ തിരിച്ചറിഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ട്? മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ്റെ മുഖം വിരൂപമായിരുന്നു. ഇതൊരു മനുഷ്യ കോലമാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ.
എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു ഹോളി വീക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുരിശ് നമ്മൾ പാടിയത് അങ്ങനെയാണ്: കുരിശിലൂടെയാണ് രക്ഷ, നിന്ദിവ്യ രക്തത്താൽ എൻ പാപമാലിന്യം കഴുകി തുടയ്ക്കണമേ. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയാണ് കർത്താവിൻ്റെ രക്തത്താൽ, കർത്താവേ അങ്ങയുടെ രക്തത്താൽ എൻ്റെ മാലിന്യങ്ങൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഒരു സോപ്പിട്ട് കഴുകിയാൽ മാറുന്ന മാലിന്യമല്ല എൻ്റെ ഉള്ളിലുള്ളത്. 51-ാമത്തെ സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനങ്ങൾ 51 നമ്മളെപ്പോഴും ചെല്ലുന്ന സങ്കീർത്തനമാണ്. 51-ാമത്തെ സങ്കീർത്തനം 51:1, സാംസ് 51:1 വായിക്കാമോ? ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അടുത്തത്, അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അല്ലേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. 7-ാമത്തെ വചനം വായിച്ചേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, ഈ വചനം കേട്ടിട്ടുണ്ടല്ലോ, ഹിസോപ്പ്. എന്താണ് ഹിസോപ്പ്? ഞാൻ ഒരു കാലം വരെയും വിചാരിച്ചു വെച്ചിരുന്നത് ഏതോ കൂടിയ സോപ്പാണെന്നാണ്. ഒരു പ്രായം വരെയും വിചാരിച്ചു വെച്ചിരുന്നത് അങ്ങനെയാണ്. അല്ലേ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ എനിക്കറിയത്തില്ല. പിയേഴ്സ് സോപ്പ് പോലൊരു സോപ്പാണ് ഹിസോപ്പ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഹിസോപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ അല്ലെങ്കിൽ ആ ഒരു മരമാണ്. ആ മരത്തിൻ്റെ തണ്ടുകൊണ്ട്, അല്ലെ, എന്താണ് വചനം വായിച്ചേ. ഇതെല്ലാം കുരിശിൻ്റെ വഴിയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അല്ലേ, നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ചെല്ലുന്ന 51-ാം സങ്കീർത്തനമാണ്. അപ്പോൾ വചനം പറയുകയാണ്, ഇത് ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഈ സങ്കീർത്തനം ആര് ചൊല്ലിയതാണ്? പറയൂ, ആര് ചൊല്ലിയതാണ്? ദാവീദ് ചൊല്ലിയതാണ്. അല്ലേ, ചില പ്രത്യേക സാഹചര്യത്തിൽ ദാവീദ് ചൊല്ലിയതാണ്. പാപത്തിലിരിക്കുന്ന ദാവീദാണ്. പാപം ചെയ്ത് ബത്ശബായോടുള്ള പാപം ചെയ്ത് ഊറിയായെ കൊന്ന് ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ട്, അല്ലെ, കുഞ്ഞു മരിച്ചുപോയി. അല്ലെ, ബത്ശബായിൽ നിന്നുണ്ടായ ആദ്യത്തെ കുഞ്ഞ് പാപത്തിൻ്റെ ഫലമായ സന്തതി മരണപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദ് ഉള്ളിൽ കുറ്റബോധം പാപബോധമൊക്കെ തോന്നിയിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തോടുകൂടി ഇരുന്ന് ചൊല്ലിയ സങ്കീർത്തനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാം കളങ്കിതനായ ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ വന്നത് എങ്ങനെയാണ്? നമ്മൾ പറയാം, ഈ സങ്കീർത്തനങ്ങൾ എങ്ങനെയാണ് വന്നത്? അല്ല, ഇപ്പം നമുക്കത് വലിയ പാട്ടുകളാണ്. പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ സഹനങ്ങളിൽ നിന്ന് വന്നതാണ് സങ്കീർത്തനങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എവിടെ നിന്നാണ് സങ്കീർത്തനങ്ങൾ വന്നത്? സഹനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ഇന്നത്തെ സഹനങ്ങളാണ് നാളത്തെ നമ്മുടെ സങ്കീർത്തനങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ട്? ഈ ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. മനസ്സിലുണ്ട്? സങ്കീർത്തനങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പരിശുദ്ധാത്മാഭിഷേകമാണ്. ഒരു സങ്കീർത്തനം നമ്മൾ വെറുതെ വായിച്ചാൽ എല്ലാത്തിനും സങ്കീർത്തനമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമുണ്ട്. കുമ്പസാരിക്കാൻ പോകുമ്പോഴുള്ള സങ്കീർത്തനമുണ്ട്. കൂട്ടുകാരെങ്കിലും നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോൾ, ആരെങ്കിലും നമ്മളെ ചതിക്കുമ്പോൾ പാടുന്ന സങ്കീർത്തനമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള സങ്കീർത്തനമുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ പാടുന്ന സങ്കീർത്തനമുണ്ട്. പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ പാടുന്ന സങ്കീർത്തനമുണ്ട്. നമുക്കൊരു വിജയം ദൈവം നൽകുമ്പോൾ പാടുന്ന സങ്കീർത്തനമുണ്ട്. നമ്മളത് തോറ്റുപോകുമ്പോൾ നമ്മൾ പാടുന്ന സങ്കീർത്തനമുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങളിൽ സങ്കീർത്തനമുണ്ട്. ഈ സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളും 150 കോണ്ടെക്സ്റ്റുകളിലുള്ളതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതിനെല്ലാം വലിയ അഭിഷേകമാണ്. ഉറങ്ങാനുള്ള സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം 3, ഉറക്കമില്ലാത്തവർ ചെല്ലേണ്ട സങ്കീർത്തനമാണ് സങ്കീർത്തനം 3. എപ്പോൾ ഉറങ്ങിയെന്ന് വെച്ചാൽ അത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലിയ രോഗങ്ങളിൽ ചെല്ലുന്ന സങ്കീർത്തനമുണ്ട്. വലിയ രോഗക്കിടക്കയിലിരുന്ന് ചെല്ലുന്ന സങ്കീർത്തനമുണ്ട്. സെക്യൂരിറ്റിക്കാർക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമുണ്ട്. കാവൽക്കാർക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സങ്കീർത്തനമുണ്ട്. അങ്ങനെ എല്ലാത്തിനും സങ്കീർത്തനമുണ്ട്. ജോലി ചെയ്യുന്നവർക്കുള്ള സങ്കീർത്തനമുണ്ട്. കോട്ട കാക്കുന്നവർക്കുള്ള സങ്കീർത്തനമുണ്ട്. വീട് പണി ചെയ്യുന്ന ആളുകൾക്കുള്ള സങ്കീർത്തനമുണ്ട്. കർത്താവ് നഗരം കാത്തില്ലെങ്കിൽ കർത്താവ് പിന്നെന്താണ്, വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർക്കുള്ള സങ്കീർത്തനമുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റ് പറഞ്ഞോ ഞാനത് സങ്കീർത്തനം എടുത്തുതരാം. അങ്ങനെ എല്ലാത്തിനും സങ്കീർത്തനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനം എങ്ങനെ എഴുതപ്പെട്ടതാണ്? ഒരു വ്യക്തിയുടെ സഹനങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതാണ്. എന്ത് പറയൂ? സഹനങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ. രാവിലെ കട്ടൻ ചായയും കുടിച്ച് കാജാ ബീഡിയും വലിച്ചിരുന്ന് എഴുതിയതല്ല സങ്കീർത്തനം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മയക്കുമരുന്ന് അടിച്ചിട്ടിരുന്ന് എഴുതിയതല്ല. ഒരാളുടെ സഹനങ്ങളിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കൂട്ടുകാരൻ ചതിച്ചപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 55. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൂടെ നിന്നവൻ
ചതിച്ചപ്പോൾ എഴുതിയ സങ്കീർത്തനാണ്. പരാതി കൊടുക്കാൻ പോയില്ല, കേസ് കൊടുക്കാൻ പോയില്ല, പേപ്പറും പേന എടുത്ത് ഒരു സങ്കീർത്തനം എഴുതി. അതാണ് 55-ാമത്തെ സങ്കീർത്തനം. ബത്ശബായോടുള്ള പാപം ചെയ്ത് നീറുന്ന മനസ്സുമായിട്ട് എഴുതിയ സങ്കീർത്തനമാണ് നമ്മൾ ചൊല്ലുന്ന 51-ാമത്തെ സങ്കീർത്തനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കുമ്പസാരിക്കാനോടൊരു മനസ്സ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദാവീദിന് കിട്ടിയതാണ് 32-ാമത്തെ സങ്കീർത്തനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലുണ്ട്, തൻ്റെ പഴയകാല ജീവിതത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ഓർത്തപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 23. കർത്താവൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 23 അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ സഹനങ്ങളിൽ നിന്നാണ് എന്ത് വരുന്നത്? സങ്കീർത്തനം വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സഹനങ്ങളാണ് നാളത്തെ നമ്മുടെ സങ്കീർത്തനങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നത്തെ നമ്മുടെ സഹനങ്ങളാണ് നാളത്തെ നമ്മുടെ സങ്കീർത്തനങ്ങൾ. അതായത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, തിരസ്കാരങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചൊല്ലുന്ന കുരിശിൻ്റെ വഴി. അതൊരു സഹനമാണ് അല്ലേ? റോഡിലൂടെ പച്ച റോഡിൽ മുട്ടുകുത്തുക, പച്ചട്ടാറിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ നല്ലതല്ല. എല്ലാവരും ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുരിശും കുടിച്ചൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപമാനപ്പെടാം. പക്ഷേ ഇന്നത്തെ കുരിശിൻ്റെ വഴികളാണ് നാളത്തെ നിന്റെ സ്വർഗമായി തീരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സഹനങ്ങളാണ് നാളത്തെ നമ്മുടെ സങ്കീർത്തനങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? കർത്താവിൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് എന്ത് വരുന്നത്? രക്ഷ കൈവരുന്നത്. പറഞ്ഞേ, കർത്താവിൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് എന്ത് വരുന്നത്? രക്ഷ കൈവരുന്നത്. പറഞ്ഞേ, കർത്താവിൻ്റെ രക്തത്തിലൂടെ അല്ലേ? നിൻ ദിവ്യ രക്തത്താൽ എൻ പാപമാലിന്യം കഴുകി വിശുദ്ധീകരിക്കണം. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ രക്തത്തെയാണ് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? രക്തം പുരണ്ട മുഖം അവൾ ഭക്തിയോടെ തുടച്ചെടുത്തു. അപ്പോൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ മുഴുവൻ, കുരിശിൻ്റെ വഴി പുസ്തകം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ പുസ്തകം മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞ് ചാറാക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കർത്താവിൻ്റെ രക്തമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ അർത്ഥം? അല്ല, പുസ്തകം എടുത്ത് പിഴിയണമെന്നല്ല. ഈ പുസ്തകം മുഴുവൻ ഇങ്ങനെ ഊറ്റിയെടുത്താൽ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്? കർത്താവിൻ്റെ രക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ നമ്മൾ വലിയ അർത്ഥം അറിഞ്ഞ് വേണം ചെല്ലാനായിട്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ വീഴാൻ പോകണം. നമ്മൾ ആ കുരിശിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് രക്ഷ കിട്ടുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്തത്തിലൂടെയാണ്. ഇത്രയെങ്കിലും നമ്മുടെ തലയ്ക്കകത്ത് കയറണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഹോളി വീക്കിലേക്ക് കയറാൻ പോവാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല. മനസ്സിലുണ്ടോ? കുറേ ആചാരങ്ങൾ ചെയ്തു, കുറേ കുമ്പിട്ടു, കുറേ എഴുതേറ്റു, കുറേ കഞ്ഞി കുടിച്ചു, കുറേ നടുവീർപ്പിട്ടു, കുറേ പുറത്തേക്ക് പോയി, തീർന്നു. അതുകൊണ്ടൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലുണ്ടോ? ഇതിലൂടെ എന്താണ് നമുക്ക് കിട്ടിയത്? എന്താണ് ഇത്? നമ്മൾ വിശ്വസിക്കണം. കുരിശിലൂടെ വന്ന രക്ഷ വിശ്വസിക്കാതെ നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന 25 ഒരുമിച്ച് നടത്തി എന്ന് പറഞ്ഞാലൊന്നും അതിനകത്ത് മെച്ചമില്ല. എന്താണ് കർത്താവ് ചെയ്തത്? എന്താണ്? കർത്താവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് എന്ത് കിട്ടി? മനോധൈര്യം കിട്ടി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി എന്തുകൊണ്ടാണ് രക്തം വന്നത് എന്ന്, എന്തുകൊണ്ടാണ് രക്തത്തിലൂടെയുള്ള ബലി കർത്താവ് അർപ്പിച്ചത്? എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൽ ഈ പഴം പറിച്ചു തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദവും ഹൗവയും എന്ത് ചെയ്തു? ഒളിച്ചു അല്ലേ? ദൈവസന്നിധിയിൽ നിന്ന് അവർ ഒളിച്ചിട്ട് ദൈവം വന്ന് വിളിച്ചു. അവർ പുറത്തേക്ക് വരാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴം പറിച്ചു തിന്നോ എന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. 20-ാമത്തെ വചനം വായിച്ചേ. 20-ാമത്തെ വചനം. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താ വചനം പറയുന്നത്? 21 കൂടി വായിച്ചേ. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഒക്കെ പകുതിയെങ്കിലും കുറേക്കെങ്കിലും അല്ല, നമുക്ക് പറ്റുന്നിടത്തോളം ഒക്കെ എല്ലാം ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാം പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആ കുരിശുമരണം എന്താണ്, ഈ കുരിശിൽ സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ അല്ലേ? ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടില്ല. നമ്മൾ 2000 വർഷം കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. എന്താണ് കർത്താവ് ആ കുരിശുമരണം കൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് ഇവിടെ വചനം പറയുകയാണ്? എന്താണ് വചനം? ഒരിക്കലും കൂടി വായിച്ച ഉൽപ്പത്തി 3:21. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആരെ ധരിപ്പിച്ചു? ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു.
അപ്പം എന്താ ഇതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണ്? ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഈ പഴം പറിച്ചു തിന്നപ്പോഴാണ് അവരെന്ത് ചെയ്തത്? അവർ തങ്ങളുടെ നഗ്നത തിരിച്ചറിഞ്ഞു, അല്ലേ? അതുവരെ അവർ നഗ്നരായിരുന്നു, പക്ഷെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. നഗ്നത തിരിച്ചറിഞ്ഞു. നഗ്നത തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? പറയൂ, അവരെന്താ ചെയ്തത്? 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഇത് വായിച്ചിട്ടില്ലേ? ഉറക്കെ പറയൂ, എന്ത് ചെയ്തു? നഗ്നരാണെന്ന് അറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? മലങ്കരക്കാരാണ്, 45 വർഷമായിട്ട്. അതാണ് എൻ്റെ സങ്കടം. പറയൂ, കേട്ടില്ല? ഉറക്കെ പറയും, ആരെങ്കിലും ഒരാൾ ഉറക്കെ പറയും. ഒളിച്ചിരുന്നു. എവിടെ ഒളിച്ചു? മരങ്ങൾക്കിടയിൽ ഒളിച്ചു. പിന്നെ 2 കാര്യങ്ങൾ ചെയ്തു. രണ്ടാമത്തെ എന്ത് ചെയ്തു? അത്തിയിലകൾ കൂട്ടിത്തുന്നി അവരെന്ത് ചെയ്തു? ഒരു അരക്കച്ച ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ടോ? ഒരു വസ്ത്രം ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അത്തിയിലകൾ കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി, അല്ലേ? അപ്പോൾ ആദ്യത്തെ ഗാർമെന്റ്സ് എന്തുകൊണ്ടാണ്? ഇല കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ ഉടുപ്പ്, മേലുടുപ്പ് ഈ ഇല കൊണ്ടാണ്, അല്ലേ? അപ്പൊ 2 കാര്യങ്ങളാണ് അവർ ചെയ്തത്. പറഞ്ഞ എന്തൊക്കെ ചെയ്തു? ഒന്ന്, അവര് ഒളിച്ചിരുന്നു. 2, അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി ഒരു അരക്കച്ച ഉണ്ടാക്കി അവർ പരസ്പരം ധരിച്ചിട്ട് ഒളിച്ചിരുന്നു. 2 പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഈ അത്തിയിലകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്? എന്താണ് ഈ അത്തിയിലകൾ കൊണ്ട് ഈ അരക്കച്ച ഉണ്ടാക്കിയതിന്റെ പ്രശ്നം എന്താണ്? അങ്ങനെ ഉണ്ടാക്കുകയും കുറ്റിക്കാട്ടിലേക്ക് പോയി ഒളിച്ചിരിക്കുകയും ചെയ്തത് എന്തിനാണ്? ഇതൊക്കെ എൻ്റെ ചിന്തയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് കുറ്റിക്കാട്ടിലേക്ക് പോയി ഒളിച്ചിരുന്നത്? ഈ ഇലകൾ കൊണ്ടുണ്ടാക്കിയതിന് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നല്ലൊരു കാറ്റടിച്ചാൽ ഇത് പോവും. നല്ലൊരു കാറ്റടിച്ചാൽ ഇത് പോകും. അതുകൊണ്ടാണ് അവർ ഒളിച്ചിരുന്നത്. കാറ്റടിക്കാതെ ഒളിച്ചിരിക്കുകയാണ്. 2, ഈ അത്തിയിലകൾക്കൊരു പ്രശ്നമുണ്ട്. എത്ര ദിവസം ഇത് നിൽക്കും? ഈ വസ്ത്രം ചുരുണ്ട് വരും ഇല ഉണങ്ങുന്നതിനനുസരിച്ച്. ശരിയാണോ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? നിങ്ങളെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് പ്രകൃതിയായിട്ടൊന്നും ബന്ധമില്ലേ? എന്താണ് ഇല കൊണ്ടുള്ളതിൻ്റെ പ്രശ്നം എന്താണ്? ഇപ്പോൾ പള്ളിയിൽ നല്ലൊരു ഫ്ലവർ വാസ് 500 രൂപയുടെ ഒരു ബൊക്ക വാങ്ങിച്ചു വെച്ചു, അല്ലേ? ഓശാന ഞായറാഴ്ച വെച്ചതാണ്. നമ്മളതിനകത്ത് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിലും ഒരു 3-4 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അല്ലെ, വാടിപ്പോകും, അല്ലേ? അത് വാടിപ്പോകും, അല്ല? അതിൻ്റെ ആ ഒരു ഓശാന ഞായറാഴ്ച വെച്ചതിൻ്റെ അത്രയും ഭംഗി കാണില്ല പെസഹായിക്ക് അത് കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലയുടെ പ്രത്യേകത അതാണ്. അതെന്ത് ചെയ്യും? അതിങ്ങനെ കരിഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ ഇവരുണ്ടാക്കിയ ഈ സൊല്യൂഷൻ അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, അല്ലേ? മറിച്ച് അതൊരു താൽക്കാലികമായ സൊല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി നാളൊന്നും എന്ത് ചെയ്തില്ല, ഒത്തിരി നാൾ കൊണ്ടൊന്നും അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, മനുഷ്യരുണ്ടാക്കുന്നത് കൊണ്ട് ഒരുപാട് നാള് ഈ വണ്ടി മുന്നോട്ട് പോവില്ല. അതാണ് അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇതാണ് നമ്മൾ കണ്ടെത്തുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഒരുപാട് നാൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പരിഹാരം കൊണ്ടൊന്നും അധികം നാള്, നമ്മുടെ മിടുക്ക് കൊണ്ട് ഇത് അധിക നാൾ ഈ ജീവിതം മുന്നോട്ട് പോവില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലുണ്ടോ? നമ്മൾ കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അത്തിയിലയ്ക്ക് ഒരു കാറ്റടിക്കുന്നത് വരോ നല്ലൊരു, ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് അത്തിയില തുന്നേണ്ടതായിട്ട് വരും, അത്രയ്ക്ക് വലിയ ചൂടാണ്. അപ്പൊ ഇലയുടെ പ്രത്യേകത എന്താണ്? ഇത് പെട്ടെന്ന് നശിച്ചു പോകും. ഇതൊരു പരിഹാരം, ഒരു പൂർണ്ണമായ പരിഹാരമാണോ? അല്ല, അതൊരു പൂർണ്ണമായ പരിഹാരമല്ല. അത്തിയില കൊണ്ടാണ് ഉണ്ടാക്കിയത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. തിങ്കളാഴ്ച ദിവസം ഹാഷാ തിങ്കൾ, കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ നല്ല ഓർമ്മയുള്ള ആളുകളായതുകൊണ്ട് ഇത് ഓർക്കാൻ സാധ്യതയില്ല. ഈ അത്തിവൃക്ഷത്തെ പറ്റി ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, അല്ലേ? എന്താണ് ഈ അത്തിവൃക്ഷത്തിന്റെ പ്രത്യേകത? ഈ കർത്താവ് ഈ ജെറുസലേമിലെ താമസത്തിന് ശേഷം പിറ്റേ ദിവസം തിങ്കളാഴ്ച, അതായത് ഹാഷാ തിങ്കൾ രാവിലെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അതിരാവിലെ മാർത്താടെയും മറിയത്തിൻ്റെയും വീട്ടിലാണ് കർത്താവ് അന്തി ഉറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് പോയി. അപ്പോൾ വീട്ടുകാരെ ഉണർത്തണ്ടെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് അവന് വിശന്നു. അപ്പോൾ അവൻ ചെന്ന് എന്ത് കണ്ടു? ഒരു വലിയ എന്ത് കണ്ടു? പറ. അത്തിവൃക്ഷം കണ്ടു, അല്ലേ?
അപ്പോൾ കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, ആ അത്തിവൃക്ഷം നോക്കുമ്പോൾ അതിനകത്ത് ഇലകളല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അല്ല, ഇലകളല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, അയ്യോ പാപം എന്ന് പറഞ്ഞോ? ഇല്ല. കർത്താവ് എന്ത് പറഞ്ഞു? ഇനി നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ. പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ വീണ്ടും പള്ളിയിലേക്ക് പോകുമ്പോൾ ഇന്നലെ നല്ല പച്ചിച്ച് നല്ല വണ്ണത്തിൽ 10 അടി പൊക്കത്തിൽ നിന്നിരുന്ന ഈ മരം എന്ത് ചെയ്തു? സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, എന്നാലും കർത്താവെ നാക്കൊന്ന് നീട്ടിയേ, കറുത്ത നാക്കാൻ തോന്നുന്നു. പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്ന ഈ മരം സമൂലം ഉണങ്ങിപ്പോയല്ലോ. തൊട്ടടുത്ത് ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ആ സമയം അത്തിപഴങ്ങളുടെ കാലമല്ലായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ആ സമയത്ത് ഈ കർത്താവ് അത്തിമരത്തിനടുത്ത് പോയ സമയം എന്തല്ലായിരുന്നു? അത്തിവൃക്ഷത്തിൻ്റെ അല്ലെ അത്തിപ്പഴം കായ്ക്കുന്ന സമയമുണ്ടല്ലോ, ഫലമല്ലായിരുന്നു. മാങ്ങയില്ലാത്ത സമയത്ത് മാവിലേക്ക് പോയിട്ട് ഈ മാങ്ങ ഇത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സീസണല്ല. അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ ഈ മരം തിങ്കളാഴ്ച ശപിച്ചു, ചൊവ്വാഴ്ച രാവിലെ ഉണങ്ങി നിൽക്കുന്നതായിട്ടാണ്, ഇറുക്കിൽ പോലെ ഉണങ്ങിപ്പോയി. മനസ്സിലാവുന്നുണ്ട്? ഇത് വലിയൊരു കാര്യം അതിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത്? അല്ലെ, അതൊരു കാരണമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച്, അതിനകത്തൊരു കാരണമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ. കുറച്ച് പുട്ടും പഴവും തരട്ടെ, എന്തെങ്കിലും പറയൂ. എന്തെങ്കിലും ഒരു മാനുഷിക ഒരു ലോജിക് ഉണ്ടോ അതിനകത്ത്, അങ്ങനെ പറയുന്നതിനകത്ത്? അതായത് ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് നിന്നും അത് അത്തിപ്പഴത്തിൻ്റെ കാലമൊന്നും അല്ല, ഈശോയെ വരുന്നതെന്നും തന്നെ അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഫലമില്ലായിരുന്നു, അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ശപിച്ചു. ഈശോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സമീപനമാണത്. അല്ല, ഈശോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മോശമായിപ്പോയി കർത്താവേ, അത് ഇച്ചിരി മോശമായിപ്പോയി. ഇപ്പൊ യഹൂദന്മാര് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്നറിയാം? എന്തുകൊണ്ട് ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചു എന്നുള്ളതിന് യഹൂദന്മാർ കൊടുത്ത വ്യാഖ്യാനം എന്താണെന്നറിയാമോ? അതിന് ഞാൻ ഇപ്പോൾ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ട്, ഉൽപ്പത്തിയുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏദൻ തോട്ടത്തിൽ, അല്ലേ, ഇത് യഹൂദന്മാർ കൊടുക്കുന്നൊരു വ്യാഖ്യാനമാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ആളുകൾ ആരാണ്? ആദോ ഹൗവയും അവര് ഉപയോഗിച്ചത് ഏതിൻ്റെ വൃക്ഷമാണ്? ഏതിൻ്റെ ഇലകളാണ്? അത്തി. അത് പാപം മറയ്ക്കാനായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു വൃക്ഷം എന്നുള്ളൊരു ലേബൽ കിടക്കുകയാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ കർത്താവ് പറയുകയാണ്, ഒരു സിംബോളിക്കായിട്ട് കർത്താവ് അത്തിവൃക്ഷത്തെ ശപിച്ചത് ഈ പഴയ കണക്ഷൻ വെച്ചിട്ടാണ് എന്നാണ് യഹൂദന്മാർ പറയുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് പണ്ട് ഈ ആദത്തെ ഹൗവയും ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറിച്ചെടുത്തത്, അതായത് പാപം ചെയ്യുന്നവൻ തൊടുന്നത് പോലും പാപമായി മാറും. പാപം ചെയ്യുന്നവൻ തൊടുന്നത് പോലും എന്തായി മാറും? പാപമായി മാറും. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പാപത്തിന് നമ്മുടെ വീട്ടിൽ ഇടം കൊടുക്കരുത്. പാപികളുമായിട്ട് സംസർഗം പാടില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മനസ്സിലാവുന്നുണ്ട്? പാപികളുമായിട്ട് എപ്പോഴും മോശപ്പെട്ട വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ഒരുത്തനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലോ, നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നാൽ പെതിയെ അവൻ്റെ ഭാഷ നമ്മുടെ ജീവിതത്തിലേക്കും വരും. നമ്മുടെ നാവിൻ തുമ്പിലേക്ക് വരും, ഇങ്ങനെ വരും. നമ്മളത് ഓർത്തിരുന്നാൽ തലക്കടിച്ചാലും ഇത് പോവില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ചില വാക്കുകൾ അങ്ങനെയാണ്, അല്ലേ? നല്ല വാക്കുകളൊന്നും നമ്മുടെ തലയിൽ കയറില്ല. എന്തോരം വചനങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരാളെ 4 നല്ല ഭാഷ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. എന്നാലും കണ്ടോടി നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരിച്ചാലും നിങ്ങൾ എന്നെ സ്മരിക്കും. ഞാൻ എന്തോരം വചനങ്ങൾ ഈ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തിനും എന്നെ ഓർക്കില്ല. നേരെ മറിച്ച് ഞാൻ ഈ അവിടെ ഇറങ്ങി എന്നിട്ട് ഒരുത്തനെ 4 വിളിച്ചാൽ നിങ്ങൾ നാളെ ആ വാക്കും ആ കോണ്ടെക്സ്റ്റും ആ സമയവും സെക്കൻഡും ഉൾപ്പെടെ നിങ്ങൾ ഓർത്തിരിക്കും. എന്നാലും കാരണം എന്താണ്? നല്ലതൊന്നും ഓർക്കാൻ പിശാച് നമ്മളെ സമ്മതിക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഏറ്റവും മോശപ്പെട്ടത് ചെയ്യുകയാണെങ്കിൽ അതിന് ആളുണ്ട്, അല്ലേ? അതാണ് നമ്മളെപ്പോഴും പാപം എപ്പോഴും നമ്മളിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതല്ല, ഒന്നെടുക്കാം. ഒരു കാര്യം കൂടെ കണ്ടിട്ട് നമ്മൾ കുരിശിൻ്റെ വഴി മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ല. ആദ്യത്തെ സ്ഥലത്ത് നിൽക്കുകയാണ്, അല്ലേ? 14 സ്ഥലമുണ്ട് ബാക്കി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ് നമ്മൾ കണ്ടത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ പഠിപ്പിക്കുകയാണ്, അല്ലേ? ഒരിക്കൽ കൂടി വായിച്ചേ. 3-ാമത്തെ അധ്യായം 21. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. തോലുകൊണ്ടുള്ള വസ്ത്രവും അത്തിയിലെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തോലുകൊണ്ടുള്ള വസ്ത്രം എന്ത് ചെയ്യും? നല്ല തുകല്, നല്ല ലെതർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കുന്ന കണ്ടിട്ടില്ല. നല്ല ലെതർ, ഭയങ്കര വിലയാണ്. അതാണ് തോല്, നല്ല ലെതർ. അതെന്ത് ചെയ്യും? എത്ര നാൾ വേണമെങ്കിലും കിടക്കും. നല്ല ലെതർ ബെൽറ്റുകൾ എത്ര നാൾ വേണമെങ്കിലും കിടക്കും. അത് നമ്മുടെ 50 രൂപയുടെ ബെൽറ്റ് പോലല്ല. മനസ്സിലാണോ? ലെതറിൻ്റെ ചെരുപ്പ് ഒത്തിരി നാൾ കിടക്കും എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ലെതറിൻ്റെ പേഴ്സുണ്ട്, അല്ലേ? 10,000 1 ലക്ഷം രൂപ വരെയുള്ള വില പേഴ്സുണ്ട്. വെക്കുന്നത് 10 രൂപയാണെങ്കിലും പേഴ്സ് 10,000-ൻ്റെയാണ്. കൂടിയ സാധനമാണ്. കാരണം എന്താണ്? അത് പ്യുവർ ലെതറാണ്.
അല്ലേ? വാനിറ്റി ബാഗ് 50 രൂപയുടെ ഉണ്ട്, 5000 രൂപയുടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. നല്ല ലെതറാണെങ്കിൽ കിടക്കും. അപ്പോൾ ഇവിടെ കർത്താവ് ഈ തോലുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു ഉടയാട ഉണ്ടാക്കി ആരെ ധരിപ്പിച്ചു? പാപം ചെയ്ത മനുഷ്യനെ ധരിപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി. ചോദ്യം ഇതാണ്, ഈ തോല് എവിടെ നിന്ന് കിട്ടും? ഇത് പറഞ്ഞല്ലെങ്കിൽ തോല് വെൽറ്റു തന്നെ അടിക്കും ഞാൻ. ഈ തോല് എവിടെ നിന്ന് കിട്ടും? ചിന്തിക്കൂ. എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്നാണ് ഈ തോല് കിട്ടുന്നത്? എവിടെ നിന്ന് കിട്ടും? ഒരു മൃഗത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ തടവി കഴിയുമ്പോൾ തോല് വരുമോ? ഇല്ല. എങ്ങനെ കിട്ടി ആ തോൽ? എങ്ങനെ കിട്ടിയേ? ഒരു മൃഗത്തിൻ്റെ തോൽ എങ്ങനെയാ കിട്ടിയെന്ന്? ആ മൃഗത്തെ കൊല്ലാതെ തോല് കിട്ടുമോ? ഇല്ല. കൊന്നിട്ട് അതിൻ്റെ തൊലി ഉരിഞ്ഞെടുത്തു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു മൃഗത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത്? പാപം ചെയ്ത മനുഷ്യനെ കർത്താവ് ഒന്ന് പൊതിഞ്ഞെടുത്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്തൊരു മനുഷ്യനെ കർത്താവ് പൊതിഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഒരു മൃഗത്തെ കൊന്നിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിലെ ആദ്യത്തെ ബലിയാണിത്. ഒരു മൃഗം കൊല്ലപ്പെട്ടു. എന്തിനു വേണ്ടി? പാപം ചെയ്ത മനുഷ്യനെ അത്തിയല കാറ്റത്ത് പറന്നു പോകുന്നത് കണ്ടിട്ട് കർത്താവ് ഒരൽപ്പം തോലെടുക്കാൻ വേണ്ടി ഒരു മൃഗത്തെ കൊന്നു. പുതിയ നിയമത്തിൽ ആ മൃഗത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിൽ യേശു കടന്നു വരുമ്പോൾ അവനെപ്പറ്റി പറയുന്ന ഫസ്റ്റ് യൂട്യൂബ് കമന്റ് എന്താണെന്നറിയാമോ? എന്താണ് ആദ്യത്തെ കമന്റ്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് കിടക്കുന്നത് ഉൽപ്പത്തിയിലാണ്. വെറുതെ ഒരു ആലങ്കാരിക ഭാഷയെ പറഞ്ഞതല്ല. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ ആദ്യത്തെ അധ്യായത്തിൽ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ഒരു മൃഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. തോലെടുക്കപ്പെടണമെങ്കിൽ ഏതോ ഒരു കുഞ്ഞാട് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ പേരറിയാത്തൊരു കുഞ്ഞാട് കൊല്ലപ്പെട്ട് ഒളിച്ചിരുന്ന മനുഷ്യനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നെങ്കിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ ആണ്ടിരുന്ന പുതിയ നിയമ മനുഷ്യനെ ഒരു തോല് ധരിപ്പിക്കാൻ, ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഒരു പുതിയ പറുദീസായിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു കാൽവരി മലയെന്ന ബലിക്കല്ലിന്മേൽ തോലുരിയപ്പെട്ടവനായി നിന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ തോലുരിയപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവനെ പടയാളികൾ, കാരിരുമ്പിൻ്റെ കരുത്തുള്ള പടയാളി ചാട്ടക്കടിച്ച് മീൻ വരയുന്നത് പോലെ, വറക്കാൻ മീൻ വരഞ്ഞതുപോലെ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അപ്പോൾ അവൻ്റെ തോല് എവിടെ പോയി എന്ന് ചോദിച്ചാൽ, അവൻ്റെ തോൽ എവിടെ പോയി? അതാണ് വെളിപാട് പുസ്തകം 21-ാം അധ്യായം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. പാപം ചെയ്ത പഴയ മനുഷ്യനായ നിന്നെ കർത്താവ് പുതിയ നിയമത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ തൊലി കൊണ്ട് എന്ത് ചെയ്തു? പൊതിഞ്ഞെടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഈ തൊലി ആരുടേതാണ്? നമ്മുടേതാണ്. ആണോ? അല്ല. ഈ തൊലി ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ തൊലി നമ്മുടെ ഉള്ളിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ, നിങ്ങൾ ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാവിൻ്റെ ഒരു തൊലിക്കകത്ത് നല്ല വിളവുള്ള വേറൊരു മാവിൻ്റെ എന്താണ് ഒരു ബഡ് എടുത്തിട്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നിങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ചെടികളൊക്കെ ക്രോസ് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പുതിയൊരു മാവിൻ്റെ എടുത്ത്, ഇപ്പോൾ എ എന്ന് പറയുന്നൊരു മാവ് ഇങ്ങനെ നിൽക്കുകയാണ്, ബി എന്ന് പറയുന്നത് നല്ലൊരു മാവാണ്, അതിവിടെ അധികം ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബഡ് കിട്ടിയെങ്കിൽ ബിയിൽ നിന്ന് അല്പം ഇതെടുത്തിട്ട് ഒരു സ്ക്വയർ ആകൃതിയിൽ ബഡ് ചെയ്തെടുത്തിട്ട് എയിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ട്? ബി എന്ന് പറയുന്ന മാവിനെ എയിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇപ്പം എയ്ക്കകത്ത് എന്തും കൂടി ഉണ്ട്? ബി ഉണ്ട്. എന്നിട്ട് നമ്മളത് പൊതിഞ്ഞ് പ്രത്യേക രീതിയിലൊക്കെ ബഡ് ചെയ്ത് അതിൻ്റെതായ ശാസ്ത്രീയമായ രീതിയിൽ വെച്ച് കഴിയുമ്പോൾ ഈ എയ്ക്കകത്ത് നിന്ന് ഈ ബിയുടെ ഇത് വെച്ച സ്ഥലത്ത് നിന്ന് ഒരു സാധനം ഇങ്ങനെ മുളപൊട്ടി വരും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ മുളപൊട്ടി വരുന്നതിനകത്ത് അല്ലേ, ഈ മുളപൊട്ടി വരുന്നതിനകത്ത് ഏത് മാവിൻ്റെ ഗുണമായിരിക്കും ഉണ്ടാകുന്നത്? എയുടെ ആണോ ബിയുടെ ആണോ? ബിയുടെ ആണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണോ കൊണ്ട് ഒട്ടിച്ചു വെച്ചത് അതിൻ്റെ ഗുണമാണ്, അതിനുവേണ്ടിയാണല്ലോ അത് ഒട്ടിച്ചു വെച്ചത്.
അടിയിൽ നിന്ന് തന്നെ ഗുണം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതേ പ്രിൻസിപ്പിൾ, അതേ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ കർത്താവിലേക്ക് നിങ്ങൾ ആരോപിച്ചാൽ, കർത്താവിൻ്റെ തൊലി കൊണ്ട് നിങ്ങൾ പൊതിയപ്പെട്ടാൽ, പിന്നെ നിങ്ങളല്ല നിൽക്കുന്നത്, പിന്നെ ആരാണ് നിൽക്കുന്നത്? കർത്താവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മുടെ സ്വഭാവം ആരുടെ സ്വഭാവമാണ്? കർത്താവിൻ്റെ സ്വഭാവമാണ്. എഴുന്നേറ്റേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, കർത്താവിൻ്റെ രക്തം മൂലമാണ് നമുക്ക് എന്ത് വന്നത്? നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ആ രക്ഷ കൈവന്നത്.